ഈ തിരക്ക് പിടിച്ച നഗരത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ റൂമിൽ കുറച്ച് സാധനങ്ങളുടെ കുറവുണ്ട് കേട്ടോ. പീഹുവിന് ഭയങ്കര വിഷമമാണ്. അവൾക്ക് എന്നും കാറിൻ്റെ മുൻ സീറ്റിൽ തന്നെ ഇരിക്കണം. ദുബായിൽ അത് അലൗഡ് അല്ല കേട്ടോ. അഥവാ അങ്ങനെ പോയിട്ട് പിടിക്കുകയാണെങ്കിൽ അതിന് വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. സായാഹ്നത്തിന് ദുബായിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. സൈഡുകളിൽ നിറച്ചും ചെടികളായിരുന്നു. പിന്നെ ഇപ്പോൾ കുട്ടേട്ടൻ പോയത് വണ്ടിയുടെ പാർക്കിംഗ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓരോ മണിക്കൂറിനാണ് പാർക്കിങ്ങിന് കൊടുക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കഴിക്കാത്തൊരു സാധനമാണ് പൊതിച്ചോറ്. പല കറികളും മിക്സ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ കാലഘട്ടം കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ മാത്രം ആക്രാന്തത്തോടെ തിന്നില്ല. കുട്ടേട്ടനും മോളും പുറത്തെ ചില കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി. ഞാൻ വേഗം ഇത് തിന്നീർത്തു. കുറച്ച് കൂടുതൽ പർച്ചേസിങ് ഉണ്ടെന്ന്. പായസമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. ഇന്നത്തെ യാത്ര ദുബായ് ഡേ ടു ഡേയിലാണ്. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. തിരിച്ചു പോരുമ്പോൾ മോളുടെ കയ്യിൽ തടഞ്ഞത് ഈ ബബിൾ മേക്കറാണ്. ഇതാ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾക്കിടയിലൂടെ നമ്മൾ ഇങ്ങനെ കാറിൽ കയറി യാത്ര തിരിക്കുകയാണ്. ഇനി കുറച്ച് പച്ചക്കറി, ഗ്രോസറി ഐറ്റംസ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം. ഇവിടെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എടുക്കണം. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിൽ അതിന് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.